പക്ഷേ ഈ ഒരു കാര്യം കണ്ടപ്പോൾ എനിക്ക് ശരിക്കും വിഷമം തോന്നി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാം പരിപാടിയാ നിർത്തി. മറ്റു വീട്ടിലേക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം. അപ്പം നമ്മളിന്ന് ദിയയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. ബർത്ത്ഡേക്ക് ഫസ്റ്റ് നമ്മൾ കേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി അറേബ്യൻ ബേക്കറി മണക്കാലിലുള്ള അവിടെ പോയി. ഈ പൊങ്ങിച്ചാട്ടമൊക്കെ ഉള്ളൂ. ബർത്ത്ഡേ കേക്ക് അവൾ തിന്നത്തില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കഴിഞ്ഞ ബർത്ത്ഡേക്കും ഒരു ചെറിയൊരു നുള്ളു പോലും ആ ബർത്ത്ഡേ കേക്ക് തിന്നില്ല. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നല്ല മഴക്കോള്. പിന്നെ ആ വഴി ഞങ്ങൾ നേരെ പച്ചക്കറി വാങ്ങാൻ വേണ്ടി പോയി. അവിടെ ബർത്ത്ഡേ പ്രമാണിച്ച് അവൾ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നോക്കി വാങ്ങിക്കുകയാണ്. ഇനി അടുത്തത് പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകണം. എന്താണെന്ന് അറിയത്തില്ല. അവിടെ കണ്ട ഉള്ള മാഗി മുഴുവനും വാരിയിടുകയാണ്. മതി മതി, കാശ് തീർന്നു. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നമുക്കിതെല്ലാം തിരിച്ചു വെക്കേ. ആ മൊത്തം തിരിച്ചു വെക്കണേ. ആ തിരിച്ചു മതി മതി, തിരിച്ചു വെക്ക് തിരിച്ചു വെക്ക് തിരിച്ചു വെക്ക് തിരിച്ചു വെക്ക് തിരിച്ചു വെക്ക്. ഞാൻ തിരിച്ചു വെക്കാൻ പോകും. എനിക്ക് തിരിച്ചു വെക്കാൻ പോകും. നിന്റെ പൈസ ഉണ്ടോ കൊടുക്കാൻ? ഇത്രയും പാപ്പം തിന്നോ? തുറന്നു കൊടുക്കാനാണ് അവിടെ നിന്ന് വാങ്ങിച്ചത്. അതിനുശേഷം ഞങ്ങൾ തുണി എടുക്കാൻ വേണ്ടി പോയി. കയ്യിലൊരു ടോർച്ചുണ്ട്. തുണിയെല്ലാം ടോർച്ചടിച്ച് നോക്കിയാണ് തുണിയെല്ലാം സെലക്ട് ചെയ്യുന്നത്. ഏത് സ്ഥലത്ത് ചെന്നാലും അവളെ എടുക്കുന്ന അവൾക്ക് ഇഷ്ടമല്ല. അവൾക്ക് തന്നെ നടക്കണം. പരിചയമുള്ളവരോ പരിചയമില്ലാത്തവരോ ആരായാലും ഇടിച്ചു കയറി മിണ്ടാൻ എൻ്റെ മോൾ മിടുക്കിയാണ്. പക്ഷേ ഈ ഒരു കാര്യം കണ്ടപ്പോൾ എനിക്ക് ശരിക്കും വിഷമം തോന്നി. അവൾ അവൻ്റെ അടുത്ത് നിന്ന് മുഖത്തോട്ട് ടോർച്ചടിക്കുകയും അവനെ കൊണ്ട് എടുക്കുകയൊക്കെ ചെയ്തിട്ട് പോലും അവൻ ആ ഫോണിൽ നിന്ന് കണ്ണെടുത്തിട്ടില്ല. ആ ഒരു കുഞ്ഞു വന്ന് നിന്നിട്ട് പോലും അവൻ ആ കുഞ്ഞിനെ ഒന്ന് ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഈ പയ്യൻ ഏതാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇപ്പോഴത്തെ തലമുറ ഫോണിന് അഡിക്റ്റഡ് ആകുന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണിത്. ഇതാണ് ഞങ്ങൾ വാങ്ങിച്ച ബർത്ത്ഡേ കേക്ക്. എങ്ങനെയുണ്ട്? എന്നാ ഇത്രയും നേരം മുങ്ങിച്ചാടി നടന്നത് ഈ ആ സമയമായപ്പോഴത്തേന് നിർബന്ധം തുടങ്ങി. അവസാനം ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ച് കേക്ക് കട്ട് ചെയ്യിക്കേണ്ടി വന്നു. ഈ കേക്ക് തിന്നത്തില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അവൾക്ക് ഈ കേക്ക് ഇഷ്ടമേ അല്ല. അങ്ങനെ കേക്ക് ഞങ്ങൾ നിർബന്ധിച്ച് ഇച്ചിരി വായി വെച്ചു കൊടുത്തു. അത് തുപ്പിക്കളയുകയും ചെയ്തു. അങ്ങനെ ബർത്ത്ഡേ പാർട്ടി ഈ അവസാനം കുളവാക്കി കൈ തന്നു. പിള്ളേർക്കൊന്ന് കേക്ക് വേണ്ടേ? ഹാപ്പി ബർത്ത്ഡേ പറ. കൊടുത്തിട്ട് ഹാപ്പി ബർത്ത്ഡേ പറ. കൊടുക്ക്. ഇതിന് താഴെ നിൽക്കണ്ടേ? കഴിക്കാൻ അങ്ങോട്ട് നോക്കടാ. അതെല്ലാം സാധാ കേക്കാട്ടോ. വെറും സാധാ കേക്ക്. ഇതുകൂടെ പരിപാടി ഞാൻ നിർത്തി കേട്ടോ. ആ കേട്ടോ. സാധാ കേക്ക് നിൽക്കുള്ളൂ. കേക്ക് കഴിച്ചോ? അങ്ങനെ ഉണ്ടായിരുന്നു കേക്ക്. സൂപ്പർ കേക്കായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാവരും പിരിയുകയാണ്. അപ്പോൾ ബർത്ത്ഡേ പാർട്ടിക്ക് വന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാൻ. ബൈ.